നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതെന്നറിയണ്ടേ? സൂര്യരാശി നോക്കി ഇന്നത്തെ ഫലമറിയാം. മേടം രാശി. കഠിനാധ്വാനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും വിജയം കൈവരിക്കും. മുതിർന്നവരിൽ നിന്നും പരിചയസമ്പന്നരായ വ്യക്തികളിൽ നിന്നും ഉപദേശം കണക്കിലെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ സേവന മനോഭാവവും സ്ഥിരതയും നിലനിർത്തും. ജോലി സംബന്ധമായ വെല്ലുവിളികൾ നിങ്ങളുടെ പ്രകടനത്തെ ബാധിച്ചേക്കാം. നിങ്ങൾ അത്യാഗ്രഹവും പ്രലോഭനവും ഒഴിവാക്കണം. ഒരു ബജറ്റിൽ നിന്ന് പ്രവർത്തിക്കണം. അശ്രദ്ധയുടെ മേൽ നിങ്ങളുടെ നിയന്ത്രണം വർദ്ധിപ്പിക്കണം. കടം വാങ്ങുന്നത് ഒഴിവാക്കുക. അച്ചടക്കവും നിയമങ്ങൾ പാലിക്കലും വർദ്ധിപ്പിക്കണം. തട്ടിപ്പുകാരെ സൂക്ഷിക്കുക. ചെലവുകളുടെ നിയന്ത്രണം ആവശ്യമാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കുക. ഇടവം രാശി. വൈകുന്നേരത്തോടെ പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കണം. വ്യക്തിപരമായ കാര്യങ്ങൾക്കായി നിങ്ങൾ പരിശ്രമിക്കണം. പ്രണയബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ സാമ്പത്തിക വശങ്ങൾ ശക്തമാകും. പഠനത്തിലും അധ്യാപനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രായമായവരുടെ ഉപദേശം നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. ലാഭത്തിന്റെ ശതമാനം വർദ്ധിക്കും. ആധുനിക വിഷയങ്ങളിൽ നിങ്ങൾ താൽപ്പര്യം നിലനിർത്തും. കടം ഒഴിവാക്കുക. മിഥുനം രാശി. ബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരം പ്രതീക്ഷിക്കാം. കുടുംബവുമായി അടുപ്പം നിലനിർത്തണം. സന്തോഷവും ക്ഷേമവും പങ്കിടേണ്ടതുണ്ട്. ക്രിയേറ്റീവായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. തർക്കം, സംഘർഷം തുടങ്ങിയ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. വ്യക്തിപരമായ നേട്ടങ്ങൾ അഭിവൃദ്ധിപ്പെടും. മാനേജ്മെന്റും പിതൃപിന്തുണയും ഗുണം ചെയ്യും. സ്ഥാനക്കയറ്റത്തിനും സ്ഥലമാറ്റത്തിനും സാധ്യതയുണ്ട്. വസ്തുവകകളും വാഹനങ്ങളും സമ്പാദിക്കുന്നതിന് സാധ്യതയുണ്ട്. മുതിർന്നവരുടെ പിന്തുണ നിങ്ങൾ നിലനിർത്തണം. കർക്കിടകം രാശി. വൈകുന്നേരത്തിനു മുമ്പ് അത്യാവശ്യ ജോലികൾ പൂർത്തിയാക്കുക. വാണിജ്യപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ സ്ഥിരത നിലനിർത്തും. ബിസിനസ് യാത്രകൾക്ക് സാധ്യതയുണ്ട്. സൗഹൃദത്തിന്റെ വികാരം വർദ്ധിക്കും. അടുത്ത ബന്ധുക്കളുമായി നല്ല സമയം ചെലവഴിക്കുക. പ്രധാനപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കണം. സംവാദത്തിന് ഊന്നൽ നൽകുക. അലസത ഉപേക്ഷിക്കണം. അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുക. സാമൂഹിക പ്രവർത്തനം നിലനിർത്തേണ്ടതുണ്ട്. അനുഭവത്തിൽ നിന്നും കഴിവിൽ നിന്നും പ്രയോജനം നേടുക. സഹകരണബോധം വർദ്ധിക്കും. വികാരങ്ങളിൽ നിയന്ത്രണം വേണം. ചിങ്ങം രാശി. ഏറ്റവും നല്ല സമയം വന്നിരിക്കുന്നു. കുടുംബാംഗങ്ങളുടെ വിശ്വാസം സമ്പാദിക്കണം. നിങ്ങൾക്ക് ആകർഷകമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. ഉത്സാഹത്തോടെ തുടരണം. പ്രശസ്തിയും ബഹുമാനവും വർദ്ധിക്കും. ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും വിശ്വാസം നിലനിർത്തേണ്ടതുണ്ട്. ആശയവിനിമയത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും എല്ലാവരുടെയും ഹൃദയം കീഴടക്കും. ആകർഷകമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. സന്തോഷത്തിലും ഐശ്വര്യത്തിലും വളർച്ചയുണ്ടാകും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കും. അതിഥികളുടെ വരവ് പ്രതീക്ഷിക്കാം. കന്നിരാശി. എല്ലാ മേഖലകളിലും നിങ്ങൾ മികച്ച പ്രകടനം നിലനിർത്തും. എല്ലാ കാര്യങ്ങളിലും വേഗത നിലനിർത്തേണ്ടതുണ്ട്. സന്തോഷത്തിന്റെ അന്തരീക്ഷമുണ്ടാകും. കൂട്ടുകുടുംബത്തിന്റെ നയവും ആചാരങ്ങളും ഉയർത്തിപ്പിടിക്കണം. ജീവിത നിലവാരം ഉയർന്ന നിലയിലായിരിക്കും. ലാളിത്യവും സൗമ്യതയും വ്യക്തിത്വത്തിലുണ്ടാകും. നിങ്ങളുടെ പെരുമാറ്റത്തിൽ അടുപ്പം നിലനിർത്തേണ്ടതുണ്ട്. കുടുംബകാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിപ്പിക്കണം. അഹങ്കാരം ഒഴിവാക്കുക. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കും. തുലാം രാശി. ബഡ്ജറ്റ് അനുസരിച്ച് ചെലവ് നടത്തും. ബന്ധങ്ങളിൽ പോസിറ്റിവിറ്റി വർദ്ധിക്കും. നിങ്ങൾ നയങ്ങളും നിയമങ്ങളും പാലിക്കും. തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. അച്ചടക്കത്തോടെയും ചിട്ടയോടെയും പ്രവർത്തിക്കണം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കുക. നിയമപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. നിക്ഷേപങ്ങൾക്ക് ഊന്നൽ നൽകുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം തുടരും. വൃശ്ചികം രാശി. വൈകുന്നേരത്തിനു മുൻപ് സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കാൻ നിങ്ങൾ ഊന്നൽ നൽകേണ്ടതുണ്ട്. സുഹൃത്തുക്കളുടെ പിന്തുണ ശക്തമായി നിലനിൽക്കും. പോസിറ്റിവിറ്റി വർദ്ധിക്കും. ആഗ്രഹിക്കുന്ന ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകും. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തിക പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രൊഫഷണൽ രംഗത്തേക്ക് സമയം നീക്കിവെക്കുക. മാനേജ്മെന്റിന് പ്രാധാന്യം നൽകും. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കുക. അച്ചടക്കത്തോടെ പ്രവർത്തിക്കുക. ധനുരാശി. ജോലിയിലും ബിസിനസ്സിലും ഊർജം നിലനിൽക്കും. ആവേശത്തോടെ മുന്നോട്ട് പോകുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തിടുക്കം ഒഴിവാക്കണം. പദ്ധതികൾക്ക് പിന്തുണ ലഭിക്കും. പ്രൊഫഷണൽ രംഗത്ത് നിങ്ങൾക്ക് ഉത്സാഹമുണ്ടാകും. മുതിർന്നവരുടെ സാന്നിധ്യം ഗുണം ചെയ്യും. അധികാരികൾ പിന്തുണ നൽകും. ബഹുമാനവും പ്രശസ്തിയും വർദ്ധിക്കും. മകരം രാശി. എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും. വിശ്വാസവും ആത്മീയ ശക്തിയും നിലനിർത്തണം. അഭിമുഖങ്ങളിൽ വിജയം കൈവരിക്കാനാകും. ഭാഗ്യം മൂലം ഫലങ്ങൾ അനുകൂലമായി തുടരും. ആത്മവിശ്വാസം ശക്തിപ്പെടും. അനുകൂല വാർത്തകൾ ലഭിക്കും. ആശയവിനിമയം മെച്ചപ്പെടും. മതപരമായ പരിപാടികളിൽ താൽപ്പര്യം കാണിക്കും. ജോലിയിലും ബിസിനസ്സിലും ദ്രുതഗതിയിലുള്ള പുരോഗതി ഉണ്ടാകും. കുംഭം രാശി. ഉച്ചയ്ക്ക് ശേഷം ഐശ്വര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ വിനയവും വിവേകവും നിലനിർത്തണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലംഘിക്കുന്നത് ഒഴിവാക്കുക. അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നേക്കാം. ആലോചിച്ച ശേഷം തീരുമാനങ്ങൾ എടുക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ജാഗ്രത പാലിക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായി തുടരണം.
നിങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കുക. കുടുംബവുമായുള്ള അടുപ്പം വർദ്ധിക്കും. മീനം രാശി, വൈകുന്നേരത്തോടെ അത്യാവശ്യ ജോലികൾ പൂർത്തിയാക്കുന്നത് പരിഗണിക്കുക. സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. വഞ്ചകർക്കെതിരെ ജാഗ്രത പാലിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ സന്തോഷത്തിന്റെ അവസരങ്ങൾ ഉണ്ടാകും. നേതൃത്വപരമായ കഴിവുകൾ ഭദ്രമായിരിക്കും. പങ്കാളികൾ സഹകരിക്കും. ഭൂമി, സ്വത്ത് സംബന്ധമായ പ്രവർത്തനങ്ങൾ പുരോഗമിക്കും. ആവശ്യമായ ജോലികളിൽ കൃത്യനിഷ്ഠ പാലിക്കുക. പ്രശസ്തിയും അഭിമാനവും നിലനിർത്തും.